മാഞ്ഞൂർ പഞ്ചായത്തിലെ 19 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച UDF. ചരിത്രത്തിൽ ആദ്യമായാണ് വിഭാഗീയത ഇല്ലാതെ ഐക്യകണ്ഠേന UDFന് ഒരു പൊതുതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കാലേക്കൂട്ടി പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞത്. മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരും UDF നേതാക്കളുമായ മോൻ മാക്കിൽ, സുനു ജോർജ്, CM ജോർജ് തുടങ്ങിയവരുടെ കൂട്ടായ്മയിലാണ് ഈ വേറിട്ട നേട്ടം UDF കൈവരിച്ചത്. പൊതുപ്രവർത്തകരും വിദ്യാസമ്പന്നരുമായ സ്ഥാനാർത്ഥികളാണ് ഭൂരിഭാഗവും മത്സരത്തിലെത്തിയിരിക്കുന്നത്. ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ലൂക്കോസ് മാക്കിൽ, സുനു ജോർജ് എന്നിവർ പറഞ്ഞു. ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്, നമുക്കറിയാം, നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തികച്ചും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജനപക്ഷത്തു നിന്നും മാറി അവർ ജനങ്ങളാൽ വെറുക്കപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കുകൂട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ മാഞ്ഞൂർ പഞ്ചായത്തിൽ UDFനെ വിജയിപ്പിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ചിന്തയ്ക്കനുസൃതമായി അവരെ നിരാശരാക്കാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് UDFന്റെ 19 വാർഡുകളിലും ഐകകണ്ഠ്യേന സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ തീരുമാനിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും UDFനും ഒരു മാതൃകയാകാൻ ഞങ്ങൾ മാഞ്ഞൂർ മണ്ഡലം UDF നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിരിക്കുകയാണ്. അത് റിസൾട്ടിലൂടെ കാണും. i4 ന്യൂസ്, ഏറ്റുമാനൂർ.